നെക്സ്റ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി സ്കോൺ റിട്ടൺ ബൈ ബാമ. ഇതൊരു ട്രാൻസ്ലേഷനാണ്. തമിഴ് സ്റ്റോറി ആയിട്ടുള്ള എല്ലക്കാരം എന്നുള്ള സ്റ്റോറിയുടെ ട്രാൻസ്ലേഷനാണ്. ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് സോഷ്യൽ ഈവിൽ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ് മെയിൻ തീം. മെയിൻ ക്യാരക്ടർ ചിന്നപ്പൊണ്ണുൻ്റെ മദർ പരിപൂർണം, പിന്നെ കുറച്ച് ക്ലാസ്മേറ്റ്സിൻ്റെ പേര് വരുന്നുണ്ട്, നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ചിന്നപ്പൊണ്ണു, ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല, ഇന്ന് ഞാൻ അമ്മയോടൊപ്പം കാട്ടിലേക്ക് വരാം, വർക്ക് ചെയ്യാൻ ഒപ്പം വരാം എന്ന് പറയുകയാണ്. നല്ല പേടിച്ചിട്ടാണ്, കരയുന്നൊക്കെ ഉണ്ട്, ഇന്ന് പോവില്ല നാളെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പരിപൂർണത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അവൾ കണ്ണൊക്കെ തുടച്ചിട്ട് കുറച്ച് ക്യാഷ് കൊടുത്ത് മിഠായി മേടിച്ചോളുണ്ടെന്ന് പറഞ്ഞിട്ട് അവളേനെ വേറെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നോക്കുകയാണ്. അപ്പോൾ വേറൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടിയാണ് പറയുന്നത് നമ്മളുടെ സ്ട്രീറ്റിൽ നിന്നല്ലാതെ വേറൊരു സ്ട്രീറ്റിലെ കുട്ടിയോട് ഇവൾ പാത്രം ചോദിച്ചു. അപ്പോഴും പരിപൂർണത്തിന് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ജ്യോതിലക്ഷ്മിയുടെ ലഞ്ച് ബോക്സ് ചോദിച്ചു. അപ്പോൾ ജ്യോതിലക്ഷ്മി തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുനിയമ്മയുടെ പ്ലേറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്, ഷെയർ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജ്യോതിലക്ഷ്മി അതർ സ്ട്രീറ്റിലുള്ളവരൊക്കെ ഫുഡ് കൊണ്ടുവരാറാണല്ലോ, അപ്പോൾ അവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരുന്നു, അപ്പോൾ ആ പ്ലേറ്റ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്, തരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിന് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതർ സ്ട്രീറ്റിലുള്ളതായതുകൊണ്ടാണ് അവളതിനെ അടിച്ചത് കുട്ടികൾ. അപ്പോൾ അവൾ ടീച്ചറോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ ടീച്ചറോട് പറഞ്ഞു. അപ്പോൾ ടീച്ചറും അവളെ അടിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപൂർണത്തിൻ്റെ ദേഷ്യം വന്നിട്ട് പരിപൂർണം അവളേനെ കൂട്ടി, നമ്മുടെ ചിന്നപ്പൊണ്ണിനെ കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ 4th ക്ലാസ്സിൽ ചെന്ന് നോക്കിയപ്പോൾ 4th ക്ലാസ്സിലാണ് നമ്മുടെ ചിന്നപ്പൊണ്ണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് ടീച്ചർ സ്റ്റാഫ് റൂമിലാണെന്ന് പറയണം. അപ്പോൾ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഹെഡ് മാസ്റ്ററിനോട് സംസാരിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ പറയുകയാണ്, ഞങ്ങൾ സ്ട്രീറ്റിലുള്ള കുട്ടികളോട് ചോദിച്ചിട്ടല്ലേ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്, നിങ്ങൾ ലോവർ കാസ്റ്റിലുള്ളവർ, അപ്പോൾ എന്താണ് മനസ്സിലാക്കി കൊടുക്കാത്തത്, അതിന് പറഞ്ഞ് ഞങ്ങളോട് വന്ന് തല്ലുണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അവിടെ വീണ്ടും സീൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അറ്റ് ലാസ്റ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ദയയും കാരുണ്യമാണ്, ഞങ്ങളതുകൊണ്ടല്ലേ ഇവിടെ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സീനാവുകയാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. പിന്നെ നാട്ടിൽ കുറേ ദിവസം ഇതായിരുന്നു അവരുടെ ചർച്ച. എന്തിനാണ് നമ്മുടെ കുട്ടികളെ അവർ പിന്നെ അവിടെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കുട്ടികളെ അവരെന്നും ഇങ്ങനെ വേറിട്ട് കാട്ടുകയാണ്, പണിയെല്ലാം ചെയ്യിക്കുന്നത് നമ്മളെ കുട്ടികളെ കൊണ്ടാണ്, അവിടെ അടിച്ചു വരിക ക്ലീൻ ആക്കുകയൊക്കെ നമ്മുടെ കുട്ടികളാണ്, ചെറിയ കുട്ടികളെ ക്ലാസ് റൂം വൃത്തികേടാക്കിയാൽ പോലും ക്ലീൻ ആക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അതൊരു ദിവസം ആരോ ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം നമ്മുടെ കുട്ടികൾക്ക് മീൻസ് ഈ ലോവർ സ്ട്രീറ്റിലുള്ള കുട്ടികൾക്കാണ് അതിനെ വൃത്തിയാക്കാനൊക്കെ അറിയുള്ളൂ, ഹയർ സ്ട്രീറ്റ് അല്ലെങ്കിൽ അതർ സ്ട്രീറ്റിലുള്ള കുട്ടികൾക്ക് അതൊന്നും അറിയില്ല എന്നായിരുന്നു ഉത്തരം. അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇതിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 3000 രൂപ കാണാതെ പോവുകയാണ്. അപ്പോൾ കോമളവല്ലിയുടെ കയ്യിൽ നിന്നാണ് കാണാതെ പോകുന്നത്. അത് പൊങ്കൽ ഫെസ്റ്റിവലിന് ബോണസായി കിട്ടിയതായിരുന്നു, നമ്മുടെ വിഷ് കൈനീട്ടമൊക്കെ പോലെ പൊങ്കലിന് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് കാണാതെ പോയപ്പോൾ എല്ലാ കുട്ടികളെയും ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അക്യൂസ് ചെയ്യുകയൊന്നും ചെയ്യാതെ നമ്മുടെ വേളുക്കണ്ണൻ്റെ മകനായ കട്ടാരി ലോവർ കാസ്റ്റിലുള്ളതാണ് അല്ലെങ്കിൽ ലോവർ സ്ട്രീറ്റിലുള്ളതാണ്, നമ്മുടെ ചിന്നപ്പൊണ്ണിൻ്റെ സ്ട്രീറ്റിലുള്ളതാണ്. അപ്പോൾ അവനാണ് അത് ക്യാഷ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ കുറ്റക്കാരനാക്കി അവൻ്റെ പാരൻസിനെ വിളിച്ചു. അപ്പോൾ പാരൻസ് ചെന്നിട്ട് അവനാണോ എടുത്തതെന്ന് വേളുക്കണ്ണൻ ചോദിക്കുന്നുണ്ട് കട്ടാരിയോട്. അപ്പോൾ ഞാനല്ല എടുത്തതെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഭയന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ അച്ഛനെ ഒരു തല്ലാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ സീൻസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മുടെ കട്ടാരി പറയുന്നുണ്ട്, നമ്മുടെ അതർ സ്ട്രീറ്റിലെ ഹെഡിൻ്റെ മകനായ അരവിന്ദിൻ്റെ കയ്യിൽ ഞാൻ ക്യാഷ് കണ്ടു, കുറേ ക്യാഷും കണ്ടു, ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഒറ്റയ്ക്ക് കഴിക്കുന്നതും കണ്ടു എന്ന്. ഇത് കേട്ടപ്പോൾ നമ്മൾ അതർ സ്ട്രീറ്റിലെ ഹെഡിന് ഭയങ്കര ദേഷ്യം വന്നു, കാരണം അവരുടെ മകനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് തല്ലാവുന്ന സമയത്ത് ഹെഡ് മാസ്റ്ററോട് ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്തോ പറയുകയാണ് കളഞ്ഞു പോയ പൈസ, കോമളവല്ലിയുടെ പൈസ തിരിച്ച് കിട്ടി, അതുകൊണ്ട് ഈ പ്രോബ്ലം സോൾവായി, അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല, ഇനി നിങ്ങൾ പൊക്കോളൂ എന്ന് പറയണം. അപ്പോൾ വെല്ലുക്കണ്ണന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഉള്ള ശക്തിയൊക്കെ ഉപയോഗിച്ച് ഇടിയൊക്കെ ഇടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ഇവിൽ അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാരണം സൊസൈറ്റിയിൽ വേറുള്ളവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ലോവർ കാസ്റ്റിലുള്ളവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള അനുഭവം, അതാണ് ഈ കഥ. ഓക്കെ, താങ്ക് യു.